കട്ടപ്പന നഗരസഭയുടെയും പേടിങ്കവല നേതാജി റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കട്ടപ്പന നഗരസഭ 10ാം വാർഡ് വലിയപാറയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ആളുകൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡുകൾ തോറും നടന്നുവരികയാണ്. മഴക്കാലത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പിടിപെടാൻ ഉള്ള സാധ്യത തടയുവാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. കാട് പിടിച്ച് വൃത്തിഹീനമായി കിടക്കുന്ന വിവിധ ഭാഗങ്ങൾ ശുചീകരിക്കുകയും മാലിന്യമായ തോടുകൾ വൃത്തിയാക്കുകയും തോടുകളിൽ വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നതും റോഡരികിലും മറ്റുമായി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ ശേഖരിച്ച് സംസ്കരിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന നഗരസഭ 10ാം വാർഡ് വലിയപാറയിലെ നേതാജി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലിയപാറയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വലിയപാറ 10ാം വാർഡിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നേതാജി റെസിഡൻസ് അസോസിയേഷന്റെ അംഗങ്ങളും നമ്മൾ ഒന്നിച്ച് നടക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കാളികളാകാൻ ഒത്തിരി ആളുകൾ ഇപ്പം തയ്യാറായിട്ടുണ്ട്. ഇന്ന് ഫുള്ളായിട്ട് ഈ റോഡിന്റെ സൈഡ്, നേതാജി റോഡിന്റെ സൈഡ് 2 വശവും തെളിക്കുക. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ജൈവ അജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ തരംതിരിച്ച് സംസ്കരിച്ചു. കാടുപടലങ്ങളെല്ലാം വെട്ടിമാറ്റി. അടുത്ത ആഴ്ചയോടുകൂടി മഴക്കാലം വരുമെന്നുള്ളത് നമ്മൾ അറിയുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് നേതാജി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഈ റോഡ് ഇരുവശവും പള്ളയെല്ലാം വെട്ടി വൃത്തിയാക്കുകയും അഴുക്കുചാലുകളെ എല്ലാം വൃത്തിയാക്കി വെള്ളം കെട്ടി കിടക്കാത്ത രീതിയിൽ ഓവുചാലുകൾ കയറി ഈ വഴി ശുദ്ധീകരിക്കുന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നേതാജി റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോൾ ഏതാണ്ട് 55 കുടുംബങ്ങളും. കട്ടപ്പന നഗരസഭയുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് വാർഡുകൾ തോറും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.